പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മളൊരു 6 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭിന്നസംഖ്യകളെ വളരെ എളുപ്പത്തിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇവിടെ നോക്കുക, 1/7 + 2/7. ചിലരെങ്കിലും ഇതിൻ്റെ ആൻസർ 1ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് 3 എഴുതും, 7ഉം 7ഉം കൂടെ കൂട്ടിയിട്ട് 14 എഴുതും. അങ്ങനെ 3/14 എന്ന് ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ആൻസർ എഴുതിയേക്കാം. അങ്ങനെയല്ല. ഇവിടെ നോക്കുക, എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആക്കി വെക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഇവിടെ 7 ആണ്, ഇവിടെ 7 ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ ആയ 7 നമ്മൾ താഴെ എഴുതിയിട്ട് ഈ 1 + 2 എന്താണ് 1 + 2 1 2 കൂട്ടുക, നമുക്ക് എത്ര കിട്ടും? 3/7 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് വന്നിട്ട് മൈനസ് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്ററായ 11 എഴുതുക, പിന്നെ ഈ 4 എഴുതുക, ഈ മൈനസ് ചിഹ്നം ഇടുക, 1 4ൽ നിന്ന് 1 കുറച്ചാൽ മതി. 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. 3/11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോയി ഇവിടെ നോക്കിക്കേണ്ടത്, ഇവിടെ ഡിനോമിനേറ്റർ 15 15 15. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ആ ഡിനോമിനേറ്ററായ 15 നമുക്ക് താഴെ എഴുതാം. 4 + 3 - 2. എങ്ങനെയാണ്? 4 + 3 - 2. അതായത് 4ഉം 3ഉം 7, 7 - 2 5. അതായത് നമുക്ക് 5/15 എന്ന് കിട്ടും. ഈ ഫ്രാക്ഷൻ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 2നെ 5 കൊണ്ട് വെട്ടാം. 1 5 5, 3 5 15. അതൊക്കെ 1/3 എന്ന് കിട്ടും. ഇത് ശരിയാണ്. അല്പം ചെറുതാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1/3 നമ്മുടെ ആൻസർ. ഇവിടെ നോക്കുക, 4/12 - 1/4. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലല്ല. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. ഇവിടെ 12 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ വലിയ ഡിനോമിനേറ്റർ 12 ആയതുകൊണ്ട് ഈ 4നെ നമുക്ക് 12 ആക്കി മാറ്റും. 4നെ 12 ആക്കി മാറ്റാൻ നിങ്ങൾക്കറിയാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 3 12. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് 4/12 എന്ന് തന്നെ എഴുതാം. മൈനസ് 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. 4 × 3 എന്ന് പറയുന്നത് 12. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. ആ 12 എഴുതാം, എന്നിട്ട് 4 - 3 എഴുതാം. 4 - 3. 4ൽ നിന്ന് 3 1 ആണ്. 1/12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. നമുക്ക് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോയി. ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഡിനോമിനേറ്റർ 15, ഇവിടെ 5, ഇവിടെ 10. ഇവിടെയും നമുക്ക് സെയിം ആക്കണം. അതായത് ഇവിടെ നമ്മൾ സെയിം ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൽസിയം എടുക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണുക എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ വലിയ നമ്പർ എടുക്കുക, അത് 15 ആണ്. 15 ഈ രണ്ട് നമ്പറിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പോൾ നോക്കി 15ൻ്റെ ഇരട്ടി, അത് 30 ആണ്. ഈ 30 എടുത്തു കഴിഞ്ഞാലോ 5ൻ്റെ ടേബിളിലും 30 വരുന്നുണ്ട്, 10ൻ്റെ ടേബിളിൽ 30 വരുന്നുണ്ട്, 15ൻ്റെ ടേബിളിൽ 30 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ കാണുമ്പോൾ എൽസിയം എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ നോക്കുക, അതിൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക. ആ നമ്പർ ഈ തന്നിരിക്കുന്ന നമ്പറുകളുടെ ടേബിളിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി എടുക്കുക. അങ്ങനെ വരുവാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി, 4 ഇരട്ടി, ഈ രീതിയിൽ മുന്നോട്ട് പോകും. ഇവിടെ നമ്മളതിൻ്റെ 2 ഇരട്ടി എടുത്താൽ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 15നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 30 ആകത്തില്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5നെ 30 ആക്കാനായിട്ട് എൽസിയം 30 ആയതുകൊണ്ടാണ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3നെയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 10നെ 30 ആക്കാനായിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2നെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് 2 × 1 2/30 പ്ലസ് 3 × 6 18/5 30 മൈനസ് 2 × 3 6/30. ഇപ്പോൾ എല്ലാം ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കി 30 ആക്കി. ഇനി എളുപ്പമായി 30 എഴുതാം. നമുക്ക് 2 + 18 2 + 18 20 20 - 6 20 - 6 എന്ന് പറയുന്നത് 14 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് അല്പം കൂടെ ചെറുതാക്കാം. 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 2 14, 15 2 30. അതായത് 7/15 എന്ന ആൻസർ കിട്ടും. ഇതും ശരിയാണ്. ഇങ്ങനെ എഴുതിയാലും ആൻസർ ഓക്കെയാണ്. ഇനി ഈ ആൻസറാണ് നമ്മളുടെ പരീക്ഷ. ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനൊന്ന് ചെറുതാക്കി 7/15 എന്ന് എഴുതാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഇവിടെ 3 9 18 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 3 9 18 ആണ് വലിയ നമ്പർ.
അത് 3ൻ്റെ ടേബിളിൽ 18 വരുന്നുണ്ടല്ലോ. 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 18 എൽഷ്യമായിട്ട് എടുക്കാം. അപ്പോൾ 3 18 ആകാനായിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് 1നെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 18 ആകാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7നെയും നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറി? 1 × 6 6 3 6 18 പ്ലസ് 7 × 2 14 9 × 2 18 മൈനസ് ഓൾറെഡി 18 തന്നെയാണ് 4/18. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അത് നമുക്ക് എഴുതാം 18. ഈ 6 പ്ലസ് അല്ല 6 14 കൂട്ടുമ്പോൾ 14 6 20. 20ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 20 മൈനസ് 4 നമുക്ക് 16 എന്ന് കിട്ടും. ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 2നെയും 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 2 16 ബൈ 9 9 2 18 9 2 18 8/9 എന്നൊക്കെ വെട്ടി ഞാൻ ഇവിടെ എഴുതാം. 8/9 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫ്രാക്ഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കേ.